വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ ആനമയ വ്ളോഗ്സ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് അമ്മേൻ്റെ ബർത്ത്ഡേ വ്ളോഗാണ് ഫ്രണ്ട്സ്. അപ്പം ഞങ്ങൾ കുറച്ചൊക്കെ സർപ്രൈസസ് ഒക്കെ ഇട്ടത് ആഡ് ചെയ്യുന്നതായിരിക്കും. കുറച്ച് സർപ്രൈസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്, അതെല്ലാം ആഡ് ചെയ്യുന്നതായിരിക്കും. ഫ്രണ്ട്സ്, ഇതായിരുന്നു അമ്മാവൻ്റെ നിമ്മിച്ചിൻ്റെയും കേക്ക് ഇപ്പോൾ ഓപ്പൺ ചെയ്യുന്നത്. അതിൻ്റെ ഇപ്പുറത്തിരിക്കുന്നതാണ് പ്രീമാമ്മയൊക്കെ കൊണ്ടുവന്നത്. ആ കേക്ക് കൊണ്ടുവന്നതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഫ്രണ്ട്സ്, ഇവിടെ ഞങ്ങളുടെ ഫാമിലിയിൽ എല്ലാവരും ഉണ്ടായിരുന്നു. നിമ്മിച്ചേച്ചിയും പ്രീമാമ്മ ആയിരുന്നു ഈ സർപ്രൈസിൻ്റെ എല്ലാം പിന്നിൽ. അമ്മാവൻ ബ്രസീലിൻ്റെ ഇതൊക്കെ ജേഴ്സി ഒക്കെ തിരിഞ്ഞേ ഇതായിരുന്നു 2 കേക്കുകൾ. Happy birthday. Happy birthday to you. Happy birthday to you. Happy birthday. Happy birthday. Andre, തിരിച്ചു പോയി. അമ്മക്ക് ഇത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും അമ്മ കേക്കൊക്കെ കൊടുത്തു. എനിക്ക് ഈ സർപ്രൈസിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പെട്ടെന്നാണ് അന്വേഷിച്ച് വന്നിട്ട് പറഞ്ഞത് ഇങ്ങനെ ഒരു സർപ്രൈസ് വരുന്നുണ്ടെന്ന്. ഞങ്ങൾ ചേർത്തലയിൽ പുതിയൊരു റെസ്റ്റോറൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഡ്രീം. അവിടെ പോകാൻ വേണ്ടി ഞങ്ങൾ റെഡി ആയിക്കൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ പിന്നെ എങ്ങനെയെങ്കിലും അമ്മേനെ അങ്ങോട്ട് കൊണ്ടുപോകാതിരിക്കാനുള്ള പണി നോക്കുമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ റിയോണങ്ങളൊക്കെയും ഗിഫ്റ്റായിട്ട് വന്നു. ഫ്രണ്ട്സ്, അപ്പോൾ കേക്ക് കട്ടിങ് കഴിഞ്ഞു. ഇനി ഞങ്ങൾ കേക്കൊക്കെ കഴിച്ചിട്ട് വരാം. ഒരെണ്ണം റെഡ് വെൽവെറ്റ് കേക്കും ഒരെണ്ണം ചോക്ലേറ്റ് കേക്കും ആണ് ഉള്ളത്. ഇവിടെ നല്ല മഴയാട്ടോ, കാരണം സൗണ്ടൊക്കെ കുറച്ച് പ്രശ്നമായിരിക്കും. ത്രേച്ചാമ്മൻ്റെ അമ്മേൻ്റെ മുഖത്തൊക്കെ ക്രീം തേക്കുന്നുണ്ടേ. ഞാൻ ചോക്ലേറ്റ് കേക്ക് കഴിക്കാൻ പോവാണ്. ഇത് അമ്മക്ക് പഠിച്ചിട്ടാണ്. ഫ്രണ്ട്സ്, നമ്മൾ വേറെ സ്ഥലം കഴിച്ചാൽ പോണേ. ആ കേക്കിലുണ്ടായിരുന്നു കഴിച്ചോക്കട്ടെ. മിൽക്ക് ചോക്ലേറ്റ് ഇഷ്ടപ്പെട്ടില്ലേ? മിൽക്ക് ചോക്ലേറ്റ് ഞാൻ നല്ല ഇഷ്ടമല്ല. അമ്മാവനും റിയോണകളും കൂടി ഫുഡ് മേടിക്കാൻ പോയിക്കുവാണ്. ഞങ്ങൾ നേരത്തെ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഡെലിവറി ചെയ്യാൻ ആരുമില്ലാത്ത കാരണം ഞങ്ങൾ അവർ പോയിക്കുവാണ്. അവർ വന്നിട്ട് കാണാൻ ഫുഡ് കഴിക്കാൻ. ഫ്രണ്ട്സ്, ദാ അമ്മാവൻ ഒരു കെട്ട് മന്തിയും കൊണ്ട് വരുന്നു. മഴ കണ്ട മന്തി കൊണ്ട് വരുന്ന അമ്മാവൻ നന്ദി മഞ്ജുരിയാവും. പ്രീമാമ്മ നാച്ചുറല് മിഠായി കൊണ്ടില്ല. കാണിച്ചെടുത്തേ തിരിച്ചു കാണിച്ചെടുക്കും. നാച്ചുവിന് കിട്ടിയ മിഠായിയാണ് ഗായ്സ്. മാഷ്മെല്ലോ മിഠായിയാണ്. ഫ്രണ്ട്സ്, ദാ എല്ലാ മന്തിയും നിരത്തി ടേബിളിൽ വെച്ചിട്ടുണ്ട്. ഇനി ഞങ്ങൾ എല്ലാവരും ഫുഡ് കഴിക്കാൻ ഇരിക്കാൻ പോവാണ്. എല്ലാവരും കണ്ടോ ഫ്രണ്ട്സ്, ദാ റിയോണങ്ങളോടെ ഉണ്ട്. എല്ലാവരും ഫുഡ് കഴിക്കാൻ പോവാണ്. എല്ലാവരും വന്നിട്ടുണ്ട്. അവർ രണ്ടും കഴിക്കാനിരുന്ന്. ദാ നാച്ചമ്മി
ഫ്രണ്ട്സ്, ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. റിയോണങ്ങളൊക്കെ ഇപ്പൊ പോകാൻ നിൽക്കാണ്. റിയോണങ്ങളൊക്കെ അപ്പൊ പോയില്ല ഫ്രണ്ട്സ്. പോകാൻ ഇറങ്ങിയപ്പോഴാണ് അമ്മാവൻ പറഞ്ഞത് ഞങ്ങൾ കമ്പിത്തിരി മേടിച്ച് വെച്ചിട്ടുണ്ടെന്ന്. ആദ്യം കുറെ നേരം വെച്ചിട്ടാണ് ഒന്ന് കത്തിയത്. പിന്നെ കത്തി കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇടതും വലതും അങ്ങോട്ട് കത്തിക്കാൻ തുടങ്ങി. പുത്തിരി പുഞ്ചിരിച്ചപ്പോ കമ്പിത്തിരി മത്താപ്പോ ലത്തിരി പുത്തിരി പുഞ്ചിരിച്ചപ്പോ കമ്പിത്തിരി മത്താപ്പോ മനസ്സേ ആസ്വദിക്കൂ ആവോളം. ഇതായിരുന്നു എല്ലാം കത്തിച്ചു കഴിഞ്ഞപ്പോഴുള്ള ഇവിടുത്തെ അവസ്ഥ. ഇന്നൊക്കെ നമുക്ക് ആദ്യം കിട്ടിയ കുറച്ച് സർപ്രൈസുകൾ കാണാം. ഫ്രണ്ട്സ്, പ്രീമമ്മയൊക്കെ കേക്കും കൊണ്ട് വന്നിരുന്നു. അതും എടുക്കാൻ പറ്റിയില്ല. ഇത് അമ്മാവൻ്റെയൊക്കെ സർപ്രൈസ്. ഇതായിരുന്നു അമ്മാവനൊക്കെ കൊണ്ടുവന്നത്. സാരി ഉണ്ടായിരുന്നു, സാരി, കുപ്പിവള, കമ്മല്, ഇത് മൂന്നായിരുന്നു ഉണ്ടായിരുന്നത്. ഫ്രണ്ട്സ്, റിയോണങ്ങളൊക്കെ വന്നത് എടുക്കാൻ പറ്റിയില്ല. കാരണം ഞങ്ങൾ റിയോണങ്ങളൊക്കെ വിളിക്കുമായിരുന്നു ഞങ്ങൾ പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ റിയോണങ്ങളൊക്കെ പറഞ്ഞ ഒരു ചേർത്തലയിലാണെന്ന്. ഞങ്ങളിനി എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് പുറത്തൊരു കാറ് വന്ന് നിന്നത്. അത് അവരായിരുന്നു ഫ്രണ്ട്സ്, റിയോണങ്ങളൊക്കെ ആയിരുന്നു. അവരമ്മക്കൊരു സർപ്രൈസായിട്ട് വരികയായിരുന്നു. ഒരു ചെറിയൊരു പ്രാങ്കും കൂടി കൊടുത്തതാണ് അതിൻ്റെ ഇടയ്ക്ക്. ഇതായിരുന്നു റിയോണങ്ങളുടെയൊക്കെ ഗിഫ്റ്റ്. ഒരു ചുരിദാറിനുള്ള തുണിയായിരുന്നു കേട്ടോ എടുത്തിട്ട് വന്നത്. അമ്മക്ക് ഇല്ലാത്തൊരു ഡിസൈൻ ആയിരുന്നു ഇത്. പക്ഷെ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നത്. ഇതായിരുന്നു അമ്മാമ്മേൻ്റെ ഗിഫ്റ്റ്. ഇത് പപ്പേൻ്റെ ഗിഫ്റ്റ് ആയിരുന്നു കേട്ടോ. ഇതും അമ്മ ഇപ്പോൾ ഇട്ടേക്കുന്ന ഡ്രസ്സും ആയിരുന്നു പപ്പേൻ്റെ ഗിഫ്റ്റ്. എല്ലാം കൊണ്ടും അമ്മ അന്ന് നല്ല ഹാപ്പി ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കണം. അതുമാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കണ്ട. മറ്റൊരു വീഡിയോ വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.